രാഷ്ട്രീയത്തിന് പുറത്ത് അങ്ങേക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ടല്ലോ. അടുത്തിരുന്ന തമാശ പറയാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളുണ്ടോ? അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അങ്ങേക്ക് സാധിക്കാറുണ്ടോ? ഇപ്പം അതിന് കുറേ വിഷമമുണ്ട്. എന്നാലും എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും കാണും. പിന്നെ മിക്കവാറും ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അവർ ചിലരെല്ലാം അങ്ങ് പോയി, എന്നാലും ഉള്ളവർ ഇപ്പോഴും ഉണ്ട് നല്ല നിലക്ക്. സാർ, ഒരു നടൻ അല്ലെങ്കിൽ ഞാൻ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ നിലകളിൽ അങ്ങേ പലതവണ ഞാൻ അടുത്തിടപഴകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരിൽ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും അതൊരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അന്ന് ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ, ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ. ഇത് ബോധപൂർവം നിലനിർത്തുന്നതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചാണോ അതോ കുട്ടിക്കാലത്ത് അമ്മയുടെ ആ ഒരു കരുതൽ അന്നത്തെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അതിൽ. ഈ ചെറുപ്പത്തിൽ ധാരാളം ഈ മറ്റ് കഥകൾ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് വായന അറിയില്ലെങ്കിലും പഴയ തച്ചോളി പാട്ടൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരുമായിരുന്നു. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പം എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിലും വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടും. പിന്നെ നമുക്കൊരു പാട്ട് പാടണേ. പിന്നെ അത് അതെ ജാലവിദ്യ, മാജിക്ക്. അതായത് ഒരു നൂലിന്മേലൊരു ചോക്ക് കിട്ടും. ചോക്കല്ലേ എഴുതുന്നത്? ആ ചോക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ നൂലങ്ങോട്ട് കത്തിക്കും. കത്തിയാലും ചോക്ക് വീഴില്ല. അപ്പോൾ അതിൻ്റെ വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഈ നൂല് പലവട്ടം ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് കത്തിച്ചാൽ ആ ചാരം അങ്ങനെ തന്നെ നിൽക്കും, വീണു പോകാതെ, ചോക്ക് വീണു പോകാതെ. ഇതാണ് ഒരു ജാലവിദ്യ. മറ്റേ ഒരു കഥാപ്രസംഗം ഞാൻ നടത്തിയിരുന്നു. ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിൽ നെറ്റിയിലൊരു ചെറിയ അതിൻ്റെ കായ വന്ന് വീഴുന്നു. അപ്പോൾ ഈ കായ അല്ല തേങ്ങ പോലത്തെ ആണെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു
പ്രത്യേകത കാണിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഓക്കെ. അപ്പം നമുക്ക് പാട്ട് ഇപ്പം വേണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലേ? എപ്പോഴെങ്കിലും ഒരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുത്തിക്കുറിക്കുകയെന്ന് ചോദിക്കുന്നത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങ് എഴുതിയിട്ടുണ്ടോ? എഴുത്ത് വിശദമായിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ പല കാര്യങ്ങളും എഴുതേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ അങ്ങയുടെ ഒരു ആത്മകഥ അങ്ങനെ എന്തെങ്കിലും എഴുതണമെന്ന് ഒരു ആഗ്രഹമുണ്ടോ? അതൊന്നും ഇതിൻ്റെ ഇടക്ക് അതിനെപ്പറ്റി ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ചിലരൊക്കെ അതിനു വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് എനിക്കറിയാം. തിരക്കുകൾക്കിടയിൽ അങ്ങേക്ക് വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ വായനക്കൊക്കെ വല്ലാത്ത സമയം കുറയാണ്. മറ്റ് വായന എനിക്കൊരു നല്ല രസമായിരുന്നു, നല്ല രീതിയിൽ വായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വായിക്കാൻ അധിക സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളുണ്ടാവും, അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമോ? അതിൽ ഞാൻ വായിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ടോൾസ്റ്റോയുടെ അന്നാ കരീന തന്നെയാണ്. വലിയ ഹൃദയത്തെ ഏറ്റവും അധികം ബന്ധിപ്പിക്കുന്ന, മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണെന്ന് പറയാം. പിന്നെ വിക്ടർ ഹ്യൂഗോൻ്റെ കഥയും പാവങ്ങൾ, അത് വളരെയധികം വലിയ തോതിൽ നമ്മളെ ജീവിതത്തെ രൂപപ്പെടുത്താൻ തന്നെ സഹായിക്കുന്ന ഒന്നായിരുന്നു. നമ്മളെ നാട്ടിലെടുത്താൽ തകഴിയുടെ കയർ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ചിത്രീകരണമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ആ കാലത്ത് നല്ലോണം വായിക്കാൻ പറ്റിയിരുന്നു. കവിതകളും വായിക്കും. ഇതെല്ലാം ഒരു പുതിയ അറിവാണ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ വെക്കും. ഞാൻ പിന്നെ എന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാറില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.